സ്റ്റോറി മന്ത്രത്തിലേക്ക് സ്വാഗതം. ഇന്നലെയോ ഇന്നോ ഭാഗം 10. ഇനി ഇക്കാര്യം ആവശ്യപ്പെട്ട് ശ്രുതിയെ ശല്യപ്പെടുത്താൻ ഞങ്ങൾ വരില്ല. തെറ്റുപറ്റിയത് ഞങ്ങൾക്കാണ്. അർഹിക്കാത്തത് ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. സബിത വരൂ, നമുക്ക് പോകാം. സബിതയുടെ കൈപിടിച്ച് കൃഷ്ണനുണ്ണി പുറത്തേക്ക് നടന്നു. ഇഷയ്ക്കത് ഹൃദയഭേദകമായ ഒരു കാഴ്ചയായിരുന്നു. തെറ്റ് തന്റെ ഭാഗത്തുമുണ്ട്. പക്ഷേ വാതിലടിച്ചിട്ട് അവൾ ബെഡ്റൂമിലേക്ക് ചെന്നു. തൊട്ടിലിൽ കുഞ്ഞ് സുഖനിദ്രയിലായിരുന്നു. പക്ഷെ അവൾ ചെന്നപ്പോൾ അത് പളങ്കു കണ്ണുകൾ തുറന്ന് അവളെ ഒന്ന് നോക്കി. അവളുടെ മാറിടങ്ങൾ അപ്പോൾ അറിയാതെ ചുരന്നു. അരുൺ തോമസ് ആണ് കാർ ഓടിച്ചത്. നമ്മളെ രണ്ടുപേരെയും ഒന്നിച്ചു കാണുമ്പോൾ ഇഷയ്ക്ക് അതൊരു വലിയ അത്ഭുതമായിരിക്കും. മുൻസീറ്റിൽ അയാളുടെ അടുത്തിരുന്ന ജമുന പറഞ്ഞു. അരുൺ പുഞ്ചിരിച്ചു. അതെ, ഇഷ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല എന്നെ. സത്യത്തിൽ ഐ ആം ഇൻഡപ്റ്റഡ് ടു ഹെർ. ഫോർ വാട്ട്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹെർ വി മെറ്റ് ആൻഡ്... അത് ശരിയാണ്. പക്ഷെ നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നതിന് മുമ്പ് അവൾ ഒരു രഹസ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ജമുനയുടെ ചുണ്ടുകളിൽ ഒരു കള്ളപ്പുഞ്ചിരി വിരിഞ്ഞു. എന്ത് രഹസ്യം? അയാൾക്കറിയാൻ കൗതുകമായി. യു പ്രപ്പോസ് ടു ഹെർ? അരുൺ പൊട്ടിച്ചിരിച്ചു. യെസ്, ദാറ്റ് ഈസ് ട്രൂ. എനിക്ക് ഇഷയോട് ഒരിഷ്ടം തോന്നിയിരുന്നു. പക്ഷെ പ്രപ്പോസ് ചെയ്യാൻ കാരണം എന്റെ മമ്മിയാണ്. മമ്മിക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ടായി ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന്. മമ്മി ആഗ്രഹം പ്രകടിപ്പിച്ചവരാണ് ഇഷ അവളുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞതും ഒരു ദുരന്ത കഥയിലെ നായികയാണ് അവൾ എന്ന് ഞാൻ അറിഞ്ഞതും. ആ ദുരന്ത കഥയിലെ നായകൻ സുദീപാണെന്ന് അരുൺ തോമസ് ഇതുവരെ അറിഞ്ഞിട്ടില്ല. പറയാൻ തോന്നിയിട്ടില്ല. ഇനി പറയാതിരിക്കാനും പറ്റില്ല. പക്ഷേ ഉടനെ വേണ്ട. അപ്പോഴാണ് ജമുന മറ്റൊരു കാര്യം ഓർത്തത്. അരുൺ, നമുക്ക് ടൗണിലേക്ക് ഒന്ന് പോയാലോ? അത് കഴിഞ്ഞ് മതി ഇഷയെ കാണാൻ ചെല്ലുന്നത്. എന്തെങ്കിലും പർച്ചേസ്? അതെ, അവളുടെ കുഞ്ഞിനെ കാണാൻ കൂടിയല്ലേ നമ്മൾ പോകുന്നത്. മനസ്സിലായതുപോലെ അയാൾ തലകുലുക്കി. കഞ്ഞിക്കുഴിയിലുള്ള ഏറ്റവും വലിയ ഷോപ്പിംഗ് സെന്ററിന്റെ മുന്നിൽ ചെന്ന് കാർ നിന്നു. ജമുന വരൂ. 2ാം നിലയിലുള്ള മമ്മീസ് ഡാർലിംഗ് എന്ന വിഭാഗത്തിലേക്കാണ് അവളെ അയാൾ കൊണ്ടുപോയത്. പിഞ്ചു കുഞ്ഞുങ്ങൾക്കുള്ള കുഞ്ഞുടുപ്പുകൾ, നാപ്കിനുകൾ, ബേബി സോപ്പ്, ഓയിൽ, ക്രീം എല്ലാം അവർ വാങ്ങി. ബില്ല് വന്നപ്പോൾ ജമുനയാണ് ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് പണം അടച്ചത്. നമ്മൾ ചെല്ലുന്ന കാര്യം ഇഷയെ വിളിച്ചു പറയണ്ടേ? അരുൺ ചോദിച്ചു. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനുമുണ്ടെന്ന് പറഞ്ഞോ? അവർ താഴെ വന്ന് ലിഫ്റ്റിൽ നിന്നിറങ്ങിയപ്പോൾ മുകളിലേക്ക് പോകാൻ സുദീപും ജയസുധയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഹായ് സുദീപ്. ആശ്ചര്യത്തോടെ അയാൾ അവളുടെ അടുത്തേക്ക് ചെന്നു. ജമുന, നീ ഇവിടെ? സുദീപിന് വിശ്വാസം വന്നില്ല. ജയസുധ കൗതുകത്തോടെ രണ്ടുപേരെയും നോക്കി. ജയേ, ഇത് ജമുന. പണ്ട് ബാംഗ്ലൂരിൽ ഒരേ കമ്പനിയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത്. പാലായിലാണ് ജമുനയുടെ വീട്. ജയസുധ സൗഹൃദപൂർവ്വം അവളെ നോക്കി ചിരിച്ചു. ഞാൻ നിങ്ങളുടെ മാരേജിനുണ്ടായിരുന്നു, ജമുന പറഞ്ഞു. കണ്ടതായി ഞാൻ ഓർക്കുന്നുണ്ട്. അരുൺ, ഹൗ ആർ യു? പുഞ്ചിരിയോടെ സുദീപ് അയാളുടെ കൈപിടിച്ച് കുലുക്കി. ഷോപ്പിംഗ് കഴിഞ്ഞുള്ള പാക്കറ്റുകൾ അരുണിന്റെ കയ്യിലായിരുന്നു. ഫൈൻ. മധുവിധുകാലത്തെ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് രണ്ടുപേരും അല്ലേ? അരുൺ ചോദിച്ചു. സുദീപ് ചിരിച്ചു. നിങ്ങൾ രണ്ടുപേരും രാവിലെ നല്ലൊരു ഷോപ്പിംഗ് നടത്തിയ ലക്ഷണമുണ്ടല്ലോ. ഞങ്ങൾ ഇഷയുടെ കുഞ്ഞിനെ കാണാൻ പോവുകയാണ്. ഇഷയെ സുദീപിന് പരിചയമുണ്ടോ? ഷി വാസ് ഇൻ ബാംഗ്ലൂർ. ജമുനയുടെ ഫ്രണ്ടായിരുന്നു. പെട്ടെന്ന് ജമുന അയാളുടെ കൈപിടിച്ചമർത്തി കൂടുതൽ പറയുന്നതിൽ നിന്ന് തടഞ്ഞു. താൻ അബദ്ധം വല്ലതും പറഞ്ഞോ എന്ന് അരുൺ തോമസിനപ്പോൾ സംശയം തോന്നാതിരുന്നില്ല. അല്ല, ഷി വാസ് ഓൾസോ ഇൻ ഡ്രീം ഹൗസ് അപ്പാർട്ട്മെന്റ്സ്. ഞങ്ങൾ കൊലീഗ്സ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനും കൂടി പോകുന്നത്. തന്റെ ഭാഗം ന്യായീകരിക്കാനായി അയാൾ പറഞ്ഞു. ഇനി നിന്നാൽ അരുൺ കൂടുതൽ സംസാരിച്ച് കാര്യങ്ങൾ വഷളാക്കുമെന്ന് ജമുനയ്ക്ക് തോന്നി. സുദീപ്, നിങ്ങൾ ഷോപ്പിംഗ് നടക്കട്ടെ, ഫ്രീ ആകുമ്പോൾ വിളിക്കാം. അവൾ യാത്ര പറഞ്ഞ് അരുൺ തോമസിനെയും കൊണ്ടുപോയി. ലിഫ്റ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അത് താഴേക്ക് വരാനായി സുദീപും ജയസുധയും കാത്തുനിന്നു. ആരാ സുദീപേട്ട ഈ ഈശ? പെട്ടെന്ന് ജയസുധ ചോദിച്ചു. ഞെട്ടലോടെ അയാൾ അവളെ നോക്കി. അല്ല, ജമുനയുടെ ഫ്രണ്ടായിരുന്നെന്നും ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുകയായിരുന്നുവെന്നും ആ അരുൺ തോമസ് പറഞ്ഞത് കേട്ടില്ലേ? ഇവിടുത്തെ ഡ്രീം ഹൗസ് അപ്പാർട്ട്മെന്റ്സിലും കുറെ നാൾ ഉണ്ടായിരുന്നുവെന്ന് അയാൾ തന്നെ പറയുന്നു. നമ്മുടെ ശ്രുതി ചേച്ചിയും അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. എന്തോ എല്ലാം കൂടി കേട്ടപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ. പെട്ടെന്ന് ലിഫ്റ്റ് വന്നെങ്കിൽ, സുദീപ് പ്രാർത്ഥിച്ചു. ജയസുധ മേലിലെ മുഖം തിരിച്ച് സുദീപിനെ ഒന്ന് നോക്കി. അയാളുടെ മുഖം വിളറി വെളുത്തിരുന്നു. സുദീപേട്ടാ, അവൾ വിളിച്ചു. ചോദ്യഭാവത്തിൽ അയാൾ അവളെ ഒന്ന് നോക്കി. എന്താ, സുഖമില്ലേ? ഒരു തലവേദന പോലെ.
അയാൾ പറഞ്ഞു. സുദീപേട്ടന്റെ ആഗ്രഹപ്രകാരമാണ് ഷോപ്പിങ്ങിന് പോകാൻ ഇറങ്ങിയത്. ആ സമയത്ത് നല്ല ഉത്സാഹത്തിലുമായിരുന്നു. പക്ഷെ ഇപ്പോൾ? എങ്കിൽ തിരിച്ചു പോയാലോ? അവൾ ചോദിച്ചു. നാളെ വരാമല്ലേ? ആശ്വാസത്തോടെ അയാൾ അവളെ നോക്കി. 6ാമത്തെ നിലയിൽ നിന്നപ്പോൾ ലിഫ്റ്റ് താഴേക്ക് യാത്ര തിരിച്ചിരുന്നു. അവൾ അത് കണ്ടു. 5, 4, 3. സുദീപ് പുറത്തേക്ക് നടന്നപ്പോൾ ജയസുധ ഒന്നും മിണ്ടാതെ പിന്നാലെ ചെന്നു. പെട്ടെന്നുള്ള ഈ മനംമാറ്റത്തിന്റെ കാരണം അവൾക്ക് മനസ്സിലായില്ല. നമുക്ക് പുറത്തേക്ക് പോകാം, സുദീപേട്ടൻ തന്നെയാണ് പറഞ്ഞത്. എങ്ങോട്ട്? ഷോപ്പിംഗ് മാളിലേക്ക് പോകാം. ഇവിടെ വീട്ടിലിരുന്ന് എനിക്ക് ബോറടിക്കുന്നു. എന്തെങ്കിലും മേടിക്കാനുണ്ടോ സുദീപേട്ട? പ്രത്യേകിച്ചൊന്നും മനസ്സിലില്ല. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആവശ്യമുള്ള എന്തെങ്കിലും കാണാതിരിക്കുമോ? പുറത്തേക്ക് പോകാൻ ജയസുധയ്ക്കും ഇഷ്ടമായിരുന്നു, പ്രത്യേകിച്ച് സുദീപിന്റെ കൂടെ. ഇതെന്റെ മാത്രം സുദീപേട്ടനാണെന്ന് ലോകത്തോട് പറഞ്ഞ് കൈകോർത്തു പിടിച്ച് അവളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളെ കൊതിപ്പിച്ച് അസൂയപ്പെടുത്തി. അങ്ങനെയാണ് അവർ വീട്ടിൽ നിന്നിറങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഇതാ സുദീപേട്ടന് പെട്ടെന്നൊരു തലവേദന, മടുപ്പ്. അയാളുടെ പിന്നാലെ അവൾ കാറിനടുത്തേക്ക് നടന്നു. നല്ല തെളിച്ചമുള്ള ദിവസമായിരുന്നു. മാളിൽ വെറുതെ ചുറ്റിക്കറങ്ങുന്നത് നല്ല രസമായിരുന്നു. ഓരോ ഷോപ്പിലും കയറിയിറങ്ങാം, വെറുതെ വില ചോദിക്കാം, വാങ്ങാൻ വരുന്നവരെ കാണാം. അവർക്കിടയിൽ കമിതാക്കളും ഉണ്ടാകും. അവരുടെ ചിരിയും സംസാരവും മറ്റു ചേഷ്ടകളും ഗൂഢമായി നിരീക്ഷിക്കുന്നതും സുഖമുള്ളൊരനുഭവമാണ്. സുദീപ് കാറിലേക്ക് കയറി. ജയസുധ ഡോർ തുറന്ന് അയാളുടെ അടുത്തിരുന്നു. അയാൾ അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ജയയ്ക്ക് വിഷമമായോ? അയാൾ ചോദിച്ചു. എന്തിന്? അവൾ ചിരിക്കാൻ ശ്രമിച്ചു. ഇവിടെ വരെ വന്നിട്ട് ഉടൻ തിരിച്ചു പോകുന്നതിൽ. അയാൾ അവളുടെ കൈത്തണ്ടിയിൽ തൊട്ടുകൊണ്ട് പുഞ്ചിരിച്ചു. ഏയ്, നമുക്ക് വൈകുന്നേരം വരാമല്ലോ. അല്പനേരം വെറുതെ കിടന്നാൽ സുദീപേട്ടന് തലവേദന മാറും. വീട്ടിൽ ചെന്ന് ഞാൻ ബാം പുരട്ടിത്തരാം. അതു മതി. സുദീപ് കാറ് മുമ്പോട്ടെടുത്തു. വണ്ടി മേലെ റോഡിലെ ട്രാഫിക്കിലേക്ക് ഇറങ്ങി. സുദീപേട്ടനും ജമുനയും ഒരേ കമ്പനിയിലായിരുന്നു അല്ലേ? ജയസുധ ചോദിച്ചു. കൂട്ടുകാരിയുടെ കുഞ്ഞിനെ കാണാൻ പോവാണെന്നാണല്ലോ അവർ പറഞ്ഞത്. ഇഷയുടെ വീടും അവിടാണോ? അറിയില്ല. ജമുനയുടെ കൂട്ടുകാരിയാണെന്നല്ലേ പറഞ്ഞത്? സുദീപേട്ടന് പരിചയമില്ലേ? കണ്ടിട്ടുണ്ട്. ജമുനയുടെ ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത്. പക്ഷെ വർക്ക് ചെയ്തിരുന്നത് വേറെ കമ്പനിയിലാണ്. ശ്രദ്ധാപൂർവമാണ് സുദീപ് സംസാരിച്ചത്. ഏതെങ്കിലും ഒരു വാക്കിൽ വീഴ്ച സംഭവിച്ചാൽ. ജയസുധ അത്ര മണ്ടിയൊന്നുമല്ല. ഇപ്പോൾ തന്നെ അവൾക്ക് എന്തോ ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട്. ഡ്രീം ഹൗസ് അപ്പാർട്ട്മെന്റ്സിന്റെ ഫ്ളാറ്റാ ചെറിയച്ഛനെ മേടിച്ചിരുന്നത്. ശ്രുതിച്ചേച്ചിയൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നതിന് മുമ്പാ. ചിലപ്പോ ഈശയെ ശ്രുതിച്ചേച്ചിക്ക് പരിചയം കാണുമായിരിക്കും. എന്തായാലും ശ്രുതിച്ചേച്ചി ഇത്ര പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ജയസുധ ഉപയോഗിച്ച വാക്ക് സുദീപിന്റെ മനസ്സിൽ എവിടെയോ ചെന്ന് സ്പർശിച്ചു. ഡിസപ്പിയർ, അപ്രത്യക്ഷമാവുക. അപ്പോൾ ശ്രുതിയെക്കുറിച്ച് അവൾ അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. ശ്രുതി ഇവിടുന്ന് പോയതിൽ എന്തോ നിഗൂഢതയുണ്ടെന്ന് അവൾക്ക് തോന്നിക്കഴിഞ്ഞിരിക്കുന്നു. എന്നെ വലിയ ഇഷ്ടമായിരുന്നു ശ്രുതി ചേച്ചിക്ക്. പക്ഷേ നമ്മുടെ കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ ചേച്ചി ആരോടൊന്നും പറയാതെ സ്ഥലം വിട്ടതിലാണ് എനിക്ക് അത്ഭുതം. ഹസ്ബൻഡ് വന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് അവളെയും കുഞ്ഞിനെയും കൊണ്ടുപോയെന്നല്ലേ സബിതയെടുത്തി പറഞ്ഞത്? അതെ. എന്നാലും പോകും മുമ്പ് നമ്മുടെ വീട്ടിലൊന്ന് വരാമായിരുന്നു. എല്ലാവരെയും കണ്ട് യാത്ര പറയാമായിരുന്നു. അതായിരുന്നു മര്യാദ. സുദീപിന് മറുപടിയില്ലായിരുന്നു. ജയസുധ പറഞ്ഞതാണ് ന്യായം. പക്ഷേ ഇഷയുടെ ധർമ്മസങ്കടം അവൾക്കറിയില്ലല്ലോ. നമ്മൾ എന്തിനാ അതേക്കുറിച്ചൊക്കെ സംസാരിച്ച് വെറുതെ സമയം കളയുന്നത്? നമുക്ക് സംസാരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. സുദീപ് ഇടത് കൈയെടുത്ത് അവളുടെ ചുമലിലേക്ക് വെച്ചു. അവൾക്ക് അതിഷ്ടമായി. അവൾ അയാളുടെ കൈത്തലത്തിലേക്ക് കവിൾ ചേർത്ത് വെച്ചു. കാറ് നീലിമംഗലത്തെത്തി. അരുൺ തോമസ് വണ്ടിയുടെ വേഗം കുറച്ച് റോഡിന്റെ ഇടതുവശം പിടിച്ചു. ഇഷയെ വിളിച്ചു ചോദിക്ക്, റോഡ് സൈഡിലാണോ അപ്പാർട്ട്മെന്റ് എന്ന്. അല്ലെങ്കിൽ ചിലപ്പോ നമ്മളത് പാസ് ചെയ്ത് കാണും. നീലിമംഗലം എത്തിയില്ലേ? ജമുന ചോദിച്ചു. ഉവ്, അയാൾ പറഞ്ഞു. ജമുന മൊബൈലെടുത്ത് ഇഷയെ വിളിച്ചു. എടി, എവിടെയാണ് നിന്റെ ഫ്ലാറ്റ്? നിങ്ങൾ എവിടെ എത്തി? ഇഷ തിരക്കി. കുറച്ചു മുമ്പിൽ ഒരു പാലം കാണുന്നുണ്ട്. പാലം കഴിഞ്ഞ് തൊട്ടു മുമ്പിൽ വലത്തേക്കൊരു റോഡുണ്ട്. അതിലേ തിരിയണം. കഷ്ടിച്ച് 50 മീറ്റർ. മനസ്സിലായി. റോഡിന്റെ വലതുവശത്തല്ലേ പൊക്കത്തിൽ ഒരു അപ്പാർട്ട്മെന്റ് കാണുന്നുണ്ട്. ആപ്പിൾ ഗ്രീൻ പെയിന്റ്. യെസ്, അത് തന്നെ. 7th ഫ്ലോർ 7B. ഓക്കെ, ഞങ്ങൾ ഇതാ വരുന്നു. ജമുന കോൾ കട്ട് ചെയ്തു. ഗോ സ്ട്രേറ്റ്, ആഫ്റ്റർ ബ്രിഡ്ജ് ടേൺ റൈറ്റ്. അവൾ അരുൺ തോമസിന് നിർദ്ദേശം കൊടുത്തു. പാലം ഇറങ്ങിയ അയാൾ കാർ വലത്തേക്ക് തിരിച്ചു. 6ന്റെ കരയിൽ 10 നിലകളുള്ള കൂറ്റൻ ലക്ഷറി അപ്പാർട്ട്മെന്റ് തലയെടുപ്പോടെ നിൽക്കുന്നുണ്ടായിരുന്നു.
ഗസ്റ്റുകൾക്കുള്ള പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് കാർ നിന്നു. ബാക്ക് സീറ്റിലായിരുന്നു ഗിഫ്റ്റ് പാക്കറ്റുകൾ. ഇഷ എന്നെ ഒട്ടും പ്രതീക്ഷിക്കുകയില്ല. പാക്കറ്റുകൾ എടുക്കുമ്പോൾ അരുൺ തോമസ് പറഞ്ഞു. അവൾ പ്രതീക്ഷിക്കാത്ത വേറൊരു കാര്യം കൂടിയുണ്ട്. ജമുന ഉദ്ദേശിച്ചത് എന്താണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ഞാനായിട്ടത് പറയില്ല, ഞാനായിട്ടത് പറഞ്ഞോളാം. അവൾ ഏറ്റു. ലിഫ്റ്റിൽ അവർ 7ാമത്തെ നിലയിലേക്ക് പോയി. ലിഫ്റ്റിൽ നിന്നിറങ്ങിയപ്പോൾ ഇടതുവശത്തായിരുന്നു 7B. കൈകൾ രണ്ടും ഒഴിയാത്തത് കാരണം ഡോർബെൽ മുഴക്കുന്ന ജോലി അയാൾ ജമുനയ്ക്ക് നൽകി. ബെല്ല് മുഴങ്ങിയപ്പോൾ തന്നെ ഇഷ വാതിൽ തുറന്നു. ജമുനയോടൊപ്പം അരുൺ തോമസിനെ കണ്ട് അവൾ അത്ഭുതത്തോടെ മിഴിച്ചു നോക്കി. രണ്ടാളും എവിടെ വെച്ച് കണ്ടുമുട്ടി? അവൾ ചോദിച്ചു. അതൊരു രഹസ്യമാണ്, പുഞ്ചിരിയോടെ ജമുന പറഞ്ഞു. കള്ളി, ഞങ്ങളെ അകത്തേക്ക് ക്ഷണിക്ക്, എന്നിട്ട് മതി നിന്റെ. വെൽക്കം ബോത്ത് ഓഫ് യു. വാതിലിനടുത്ത് നിന്ന് ഇഷ പിന്നിലേക്ക് മാറി. ജമുനയും അരുൺ തോമസും അകത്തേക്ക് കയറി. ഇനി പറ ആ സീക്രട്ട്. വാതിലടിച്ചിട്ട് ഇഷ ആവശ്യപ്പെട്ടു. സീക്രട്ടൊന്നുമല്ല, ഒരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞെന്നേയുള്ളൂ. രാവിലെ വണ്ടിയുമായി അരുൺ പാലായിൽ വന്നു. അവിടുന്ന് ഞങ്ങൾ ഒന്നിച്ചിങ്ങോട്ട് പോന്നു. നീ എന്റെ കൂട്ടുകാരി, അരുൺ നിന്റെ സഹപ്രവർത്തകൻ. ഞങ്ങൾ ഒന്നിച്ച് നിന്നെയും നിന്റെ കുഞ്ഞിനെയും കാണാൻ വരുന്നതിൽ ഒരു പാകപ്പിഴയുമില്ല, ഉണ്ടോ? ജമുന ചോദിച്ചു. ഒരു പാകപ്പിഴയുമില്ല. അരുൺ ഇരിക്ക്, ബാക്കി കാര്യങ്ങൾ ഇരുന്നുകൊണ്ട് സംസാരിക്കാം, ഇഷ പറഞ്ഞു. ഗിഫ്റ്റ് പാക്കറ്റുകളുമായി അപ്പോഴും അരുൺ തോമസ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. എങ്കിൽ ഇതെല്ലാം നീ അങ്ങോട്ട് മേടിക്ക്, നിന്റെ മോൾക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നതാണ്. ഇഷ മുഖം തിരിച്ച് അരുണിനെ ഒന്ന് നോക്കി. രണ്ടുപേരുടെയും കൂടിയാ? യെസ് ഇഷ, ജമുന സെലക്ട് ചെയ്തു, ഞാൻ പേ ചെയ്തു, അയാൾ പറഞ്ഞു. എടി കള്ളി, അരുൺ പേ ചെയ്താലും ഞാൻ പേ ചെയ്താലും ഇനി ഒരേ അക്കൗണ്ടിൽ നിന്നാണ് എടി പണം പോകുന്നത്. റിയലി? ആശ്ചര്യഭാവത്തിൽ ഇഷ അയാളെ നോക്കി. യെസ് ഇഷ, വി ആർ ഗെറ്റിംഗ് മാരീഡ്, അല്പം ഒരു ലജ്ജയോടെ അരുൺ തോമസ് പറഞ്ഞു. ഐ എം ഹാപ്പി. ജമുനയ്ക്ക് അരുണിനെ കിട്ടാൻ ഞാൻ കൂടി കാരണമായതിൽ ഐ എം റിയലി ഹാപ്പി. ഇഷയുടെ കണ്ണുകൾ നിറഞ്ഞു. പോടി. ജമുന അവളെ ചേർത്തു പിടിച്ചു. അപ്പോഴാണ് കിച്ചണിൽ നിന്ന് സരോജിനിയമ്മ വന്ന് എത്തി നോക്കിയത്. ചേച്ചി, ഇതെന്റെ ഫ്രണ്ട്സാ, ജമുനയും അരുണും. ഇവർ വരുന്ന കാര്യമാ ഞാൻ പറഞ്ഞത്. സരോജിനിയമ്മ നിറഞ്ഞ ചിരിയോടെ വന്നു. രണ്ടുപേരെയും കണ്ടാൽ ഭാര്യയും ഭർത്താവുമാണെന്ന് പറയത്തേയില്ല, കൂട്ടുകാരാണെന്നേ തോന്നൂ. അവർ ഒരു നിരീക്ഷണം നടത്തി. 3 പേരും പൊട്ടിച്ചിരിച്ചു. അതുകണ്ട് സരോജിനിയമ്മ പകച്ചു നോക്കി. സരോജിനി ചേച്ചി പറഞ്ഞത് 100% ശരിയാ. ഇവർ ഭാര്യയും ഭർത്താവുമല്ല, കൂട്ടുകാരാണ്. സരോജിനി അമ്മയുടെ മുഖം വിളറി. അയ്യോ മോളെ, ഞാൻ വിചാരിച്ചു. അതൊന്നും സാരമില്ല ചേച്ചി, ഇവർക്കെന്താണ് നമ്മൾ കുടിക്കാൻ കൊടുക്കുന്നത്? തണ്ണിമത്തൻ ജ്യൂസ് മതിയോ? അതു മതി. സരോജിനിയമ്മ രക്ഷപ്പെട്ട്. നിന്റെ ചേച്ചി ആള് കൊള്ളാമല്ലോ, ജമുന പറഞ്ഞു. സരോജിനി ചേച്ചിയെ ആർക്കും ഫൂളാക്കാനൊന്നും പറ്റത്തില്ലടി, നിനക്കൊഴിച്ച്. ഇഷ അവളെ ഒന്ന് നോക്കി. ജമുന കണ്ണുകൾ കൊണ്ട് പുഞ്ചിരിച്ചു. വാ, കുഞ്ഞിനെ കാണണ്ടേ? കുഞ്ഞിനു വേണ്ടി കൊണ്ടുവന്ന സമ്മാനങ്ങൾ അവൾ അരുൺ തോമസിന്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചു. അരുൺ ഇരിക്ക്, ഞങ്ങൾ ഇപ്പോ വരാം. ജമുനയെയും കൊണ്ട് അവൾ ബെഡ്റൂമിലേക്ക് ചെന്നു. കുഞ്ഞ് ഉണർന്നു കിടക്കുകയായിരുന്നു. ഇവൾ അച്ഛന്റെ മോള് തന്നെ, ഒറ്റ നോട്ടത്തിൽ ജമുന പറഞ്ഞു. അതിലെനിക്ക് സന്തോഷമേയുള്ളൂ. അവർ കട്ടിലിരുന്നു. എന്താണ് നിന്റെ പ്ലാൻ? ഇവളെ ഞാൻ കൊണ്ടുപോവാണ് ന്യൂസിലൻഡിലേക്ക്. എന്റെ മോളെ വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല, ഇഷ പറഞ്ഞു. നല്ല ഡിസിഷൻ. പക്ഷേ ഈ പൊടിക്കുഞ്ഞിനെയും കൊണ്ട് ബാംഗ്ലൂരിലേക്ക് പോകേണ്ടി വന്നാൽ നീ കഷ്ടപ്പെടും മോളെ. ഒരിക്കലും നിനക്കതിനെ വേണ്ട വിധത്തിൽ വളർത്താനോ സ്നേഹിക്കാനോ പറ്റില്ല. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണെങ്കിൽ, ജമുന ഉപദേശിച്ചു. എനിക്കത് നല്ലവണ്ണം അറിയാം. അതിലും ഭേദം കുഞ്ഞിനെ സുദീപിന്റെ ഏട്ടനും ഏടത്തിയമ്മയ്ക്കും കൊടുക്കുന്നതാണ്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. സുദീപിന്റെ അച്ഛനും അമ്മയും വന്ന് കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞു. അവർ കുഞ്ഞിനെ തിരിച്ചറിയും. അതുകൊണ്ട് എന്റെ മുമ്പിൽ ഒരേ ഒരു ഓപ്ഷനേയുള്ളൂ, ഇവളെയും കൊണ്ട് കടൽ കടന്ന് പറക്കുക. അപ്പോൾ ഞങ്ങളുടെ മാരേജിന് നീ ഉണ്ടാവില്ല? സാധ്യത വളരെ കുറവാണ്. എന്റെ പേപ്പേഴ്സ് എല്ലാം ശരിയായിട്ടുണ്ട്. എംബസിയിൽ നിന്ന് അറിയിപ്പ് വന്നാലുടൻ പാസ്പോർട്ടുമായി ഡൽഹിയിലേക്ക് ചെല്ലണം. ഒരാഴ്ചയ്ക്കുള്ളിൽ ന്യൂസിലൻഡിലേക്ക് പറക്കാമെന്നാണ് സേതുമാധവൻ അങ്കിൾ അറിയിച്ചിരിക്കുന്നത്. അവിടെ ചെന്നാലോ? അങ്കിളും വൈഫുമുണ്ട്. ആർക്ക് കുട്ടികളില്ല. ഇൻഫാക്ട് അവരെന്നെ ദത്തെടുക്കുകയാണ്. കുഞ്ഞിനെ അവർ നോക്കിക്കൊള്ളു. നീ രക്ഷപ്പെട്ടു. അവർ അല്പനേരം സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ചെന്ന് അരുൺ തോമസിനെ കാണിച്ചു. അമ്മയെപ്പോലെ, വെരി ക്യൂട്ട്, അയാൾ പറഞ്ഞു. സരോജിനിയമ്മ ഒരുക്കിയ സദ്യ ഉണ്ടിട്ടാണ് ജമുനയും അരുൺ തോമസും പോയത്. അന്ന് രാത്രി ന്യൂസിലൻഡിൽ നിന്ന് സേതുമാധവൻ അങ്കിൾ വിളിച്ചു. ഇഷ, നിന്റെ മെയിൽ കണ്ടിട്ടാണ് വിളിക്കുന്നത്. നിനക്കെന്താണ് സംഭവിച്ചത്? അങ്കിളിനോട് എല്ലാം തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി.
വിവാഹം കഴിക്കാതെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച കാര്യം അവൾ ചുരുക്കം വാക്കുകളിൽ അവതരിപ്പിച്ചു. നീ ഇങ്ങോട്ട് വരുന്ന കാര്യം അറിഞ്ഞേക്ക്. സിംഗിൾ ആൻഡ് ചൈൽഡ്ലെസ്, അതാണ് വിസയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്ന സ്റ്റാറ്റസ്. ഈ വിസയിൽ കുഞ്ഞിനെയും കൊണ്ട് നിനക്ക് വരാൻ പറ്റില്ല ഇഷ. ഐ എം സോറി. പെട്ടെന്ന് കോൾ. ഇഷ മൊബൈലിൽ സമയം എത്രയായി എന്ന് നോക്കി. 10 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഒന്നുകിൽ സുദീപിനോട് സംസാരിക്കണം, അല്ലെങ്കിൽ ജമുനയോട്. ആരോടെങ്കിലും ഈ ക്രൈസിസിനെ കുറിച്ച് സംസാരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഇന്ന് ഉറങ്ങാൻ കഴിയില്ല. സുദീപിനെ വിളിക്കുന്നത് അപകടമാണ്. അവന്റെ ഒപ്പം ജയസുധയുണ്ട്. ജമുന ഉറങ്ങിക്കാണുമെങ്കിൽ വിളിച്ചുണർത്തി സംസാരിക്കുന്നത് മര്യാദകേടാണ്. ഇഷ അസ്വസ്ഥയായി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ബെഡിൽ കുഞ്ഞ് മലർന്നു കിടന്ന് സുഖമായി ഉറങ്ങുന്നു. അമ്മ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് അവൾക്ക് ഒന്നും അറിയില്ലല്ലോ. കുഞ്ഞിനെ ഒപ്പം കൊണ്ടുപോവാൻ അമ്മ ആഗ്രഹിക്കുന്നു. പക്ഷേ മുന്നിൽ തടസ്സങ്ങൾ തലയുയർത്തി നിൽക്കുന്നു. ഇഷ വാതിൽ തുറന്ന് ഹാളിലേക്ക് ഇറങ്ങി. സരോജിനിയമ്മയുടെ മുറി അടഞ്ഞുകിടക്കുന്നു. അവർ ഉറങ്ങിക്കാണും. വിൻഡോ കർട്ടൻ മാറ്റി നോക്കിയപ്പോൾ പുറത്ത് കറുത്ത ഇരുട്ട്, അകലെ വെളിച്ചത്തിന്റെ പൊട്ടുകൾ. താഴെ നിരത്തിലൂടെ ഒറ്റപ്പെട്ട വാഹനങ്ങൾ ചീറിപ്പായുന്നു. ആരോടെങ്കിലും സംസാരിക്കാതെ പറ്റില്ല. ഇഷ മൊബൈലെടുത്ത് ജമുനയുടെ നമ്പറിൽ വിളിച്ചു. അവളുടെ ഫോൺ ബിസി. ഭാഗ്യം, അവൾ ഉറങ്ങിയിട്ടില്ല. ഒരു നിമിഷം കഴിയും മുമ്പ് ജമുന തിരിച്ചു വിളിച്ചു. ഹലോ ജമുന, നീ ഉറങ്ങിക്കാണുമോ എന്ന് സംശയിച്ചാണ് ഞാൻ വിളിച്ചത്. ഇല്ലടി, അരുൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ? ഞാൻ വല്ലാത്തൊരു പ്രശ്നത്തിലടി. കുറച്ചുനേരം മുമ്പ് ന്യൂസിലൻഡിൽ നിന്ന് സേതു അങ്കിൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്കിൾ അറിയിച്ച വിവരം അവളോട് പറഞ്ഞു. അതായത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിനക്ക് കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ? എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ജമുന ചോദിച്ചു. അതെ, എന്റെ മോളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അപ്പോ പിന്നെ വേറൊന്നും ആലോചിക്കാനില്ല. നീ നാളെ തന്നെ മിസ്റ്റർ റെസ്തോഗിയെ വിളിക്ക്. കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ നീ വില്ലിംഗ് ആണെന്ന് അറിയിക്ക്. ചെല്ലാൻ പറഞ്ഞാൽ നീ കുഞ്ഞിനെയും കൊണ്ട് ബാംഗ്ലൂരിലേക്ക് സരോജിനി അമ്മയും കൂടെ കൂട്ട്. കുഞ്ഞിന്റെ കാര്യം അവർ നോക്കിക്കൊള്ളൂ. അവർ ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ പേഴ്സണൽ മാനേജരാണ് റെസ്തോഗി. ഇഷയെക്കുറിച്ച് നല്ല മതിപ്പായിരുന്നു അയാൾക്ക്. അങ്ങനെ ചെയ്യാമടി, അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. നമ്മൾ താമസിച്ചിരുന്ന ഫ്ലാറ്റ് വിട്ടില്ലേ, ഇനി വേറൊന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ഇഷ പറഞ്ഞു. പിന്നൊരു കാര്യം, നമ്മുടെ കൂടെയുണ്ടായിരുന്ന പലതും കമ്പനി ക്വിറ്റ് ചെയ്തു കഴിഞ്ഞു. വൈസ് പ്രസിഡന്റ് റിസൈൻ ചെയ്തു പോയതോടെ ടോപ്പിലുള്ള മിക്കവരും വേറെ കമ്പനികളിലേക്ക് പോയി കഴിഞ്ഞു. ടോട്ടൽ അറ്റ്മോസ്ഫിയർ ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. നീ ചിലപ്പോൾ അവിടെ ഒറ്റപ്പെട്ടെന്ന് വരും. ഐ ഡോണ്ട് കെയർ. പിടിച്ചു നിൽക്കാൻ ഒരു വള്ളിയാണ് എനിക്കിപ്പോൾ അത്യാവശ്യം. ഓൾ ദ ബെസ്റ്റ് ഇഷ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇഷ അപ്പോൾ തന്നെ ലാപ്ടോപ്പ് എടുത്ത് റെസ്തോഗിക്ക് ഒരു ഇമെയിൽ അയച്ചു. സാർ, ഐ വുഡ് ലൈക്ക് ടു റീജോയിൻ ദ കമ്പനി ആസ് സൂൺ ആസ് പോസിബിൾ. ഐ ഹോപ്പ് യു ക്യാൻ അക്കോമഡേറ്റ് മീ. 10 മിനിറ്റ് കഴിഞ്ഞ് സേതുമാധവൻ അങ്കിളിന്റെ വിളി വന്നു. ഐ ആം സോറി ഇഷ. നേരത്തെ വിളിച്ചപ്പോൾ ഞാൻ കുറച്ച് ഹാർഷായി സംസാരിച്ചു. ഐ ആം റിയലി സോറി. പ്ലീസ് ഡോണ്ട് അപ്പോളജൈസ് ടു അങ്കിൾ. യു ഹാവ് എവറി റൈറ്റ് ടു സ്കോൾഡ് മീ. അങ്കിളിനെ സംബന്ധിച്ചിടത്തോളം മാപ്പർഹിക്കാത്ത ഒരു അപരാധമാണ് ഞാൻ ചെയ്തത്. പക്ഷേ എനിക്കതിൽ ഇപ്പോഴും കുറ്റബോധം അനുഭവപ്പെടുന്നില്ല. സുദീപ് ലവ്ഡ് മീ ആൻഡ് ഐ ലവ്ഡ് ഹിം ടു. നിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നീ പറയുന്നത് ശരിയായിരിക്കാം. ബട്ട് ഐ ഹാഡ് സർട്ടൻ അതർ പ്ലാൻസ്. നിനക്കറിയാമല്ലോ, ഞങ്ങൾക്ക് മക്കളില്ല. നിന്നെ എന്റെ മകളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിന്റെ മാരേജ് നടത്താനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തു വെച്ചിട്ടാണ് ഞാൻ. അങ്കിൾ, രോഹിത് ഇവിടെ ടൗൺ പ്ലാനിംഗിൽ ആർക്കിടെക്റ്റാണ്. ഹി ഈസ് 29, ഹാൻസം യങ് മാൻ ഫ്രം കൽക്കത്ത. യു വിൽ ലവ് ഹിം. നിന്റെ ഫോട്ടോസ് രോഹിത് കണ്ടിട്ടുണ്ട്. ആൻഡ് ഹി ഈസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ യു. ബട്ട് അങ്കിൾ, സ്റ്റിൽ യു ഹാവ് ചാൻസ്. കുഞ്ഞിനെ നിനക്ക് ഏതെങ്കിലും ഓർഫനേജിൽ ഏൽപ്പിക്കാം. വി വിൽ കീപ് ദിസ് ആസ് എ സീക്രട്ട്. എംബസിയിൽ നിന്ന് അറിയിപ്പ് വന്ന നീ അവിടെ ചെന്ന് പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യണം. നെവർ അലൗ എനി ഡോർ ക്ലോസ്ഡ് ഫോർ എവർ. കീപ് ദം ഓപ്പൺ. പ്രാക്ടിക്കൽ ലൈഫിൽ അതാണ് ബുദ്ധി. വെലിഷ, എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. ബൈ. കോള് കട്ടായി. ഉറക്കം വരാതെ ആ രാത്രിയിലും മിഷ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു. 2 വഴികളുണ്ട് മുന്നിൽ. അതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ നേരം വെളുത്തിട്ടും അവൾക്ക് കഴിഞ്ഞില്ല. സേതുമാധവൻ അങ്കിൾ പറഞ്ഞ ഒരു കാര്യം അംഗീകരിക്കാൻ അവൾ തയ്യാറായിരുന്നു. മുൻപിലുള്ള ഒരു വാതിലും എന്നേക്കുമായി അടയ്ക്കാൻ ഇടവരരുത്. എല്ലാം തുറന്നു തന്നെ നിലനിർത്തണം. രക്ഷപ്പെടാനുള്ള വാതിൽ ഏതാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡ് എംബസിയിൽ നിന്ന് അറിയിപ്പ് വന്നാൽ രേഖകളുടെ ഒറിജിനൽ വാങ്ങി ഡൽഹിയിലേക്ക് പോകണം. 6:30 മണിയായപ്പോൾ പതിവ് പോലെ സരോജിനി അമ്മ വാതിലിൽ മുട്ടി. ഇഷ എഴുന്നേറ്റ് ചെന്ന് കതക് തുറന്നു.
കാപ്പി കൊണ്ടുവരട്ടെ മോളെ? എടുത്തു വെക്ക് ചേച്ചി, ഞാൻ ഇപ്പം വരാം, അവൾ പറഞ്ഞു. സരോജിനിയമ്മ എന്നത്തെയും പോലെ കുളി കഴിഞ്ഞ് വേഷം മാറ്റി ഈറൻ മുടി വിതിർത്തിട്ടിരുന്നു. പുലർച്ചെ 5-ന് അവർ ഉണരും. പിന്നെ കുളിയും പൂജയും കഴിഞ്ഞിട്ടേ അടുക്കളയിലേക്ക് കയറൂ. ഇഷ പല്ല് ബ്രഷ് ചെയ്തിട്ട് വന്നപ്പോഴേക്ക് ഡൈനിങ് ടേബിളിൽ ആവി പറക്കുന്ന കാപ്പി ഇരിപ്പുണ്ടായിരുന്നു. രാത്രിയിൽ കുഞ്ഞു സുഖമായി ഉറങ്ങിയോ മോളെ? സരോജിനിയമ്മ ചോദിച്ചു. അവളെ കൊണ്ട് ഒരു ശല്യവുമില്ല ചേച്ചി, പാവം കുഞ്ഞാണ്. ഇടയ്ക്ക് ഉണരും, പാല് കുടിച്ച് പിന്നെ ഉറങ്ങും. അപ്പോഴാണ് ഒരു കാര്യം ഇഷ ഓർത്തത്. എനിക്ക് ചിലപ്പോൾ ഡൽഹിയിലൊന്ന് പോകേണ്ടി വരും. 3-4 ദിവസം ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ കുഞ്ഞിനെ നോക്കാൻ ചേച്ചിയെ കൊണ്ട് പറ്റുമോ? അവൾ ചോദിച്ചു. ഒരു പേടിയും വേണ്ട മോള്, ധൈര്യമായിട്ട് പോയിട്ട് വാ. കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു വിഷമവും വേണ്ട. പക്ഷേ രാത്രിയിൽ പാല് കാച്ചി ചൂടാറാതെ ഫ്ലാസ്കിൽ വെച്ചേക്കും, അത് കൊടുത്തോളാം. എന്നാലും ചേച്ചി ഒറ്റയ്ക്കിവിടെ. ഫ്ലാറ്റല്ലേ മോളെ, ഒന്നും പേടിക്കാനില്ല. പരിചയക്കാരുടെ നമ്പർ ഉണ്ടെങ്കിൽ തന്നാ മതി. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ വിളിക്കാമല്ലോ. സരോജിനി അമ്മയുടെ ആത്മവിശ്വാസം കണ്ടപ്പോൾ അവൾക്ക് സമാധാനമായി. ഉണർന്നിട്ടും എഴുന്നേൽക്കാതെ സുദീപിനെ കെട്ടിപ്പിടിച്ച് ജയസുധ കിടന്നു. അവർ അവളുടെ വീട്ടിലായിരുന്നു. സുദീപേട്ടാ, അവൾ മെല്ലെ വിളിച്ചു. കണ്ണുകൾ തുറക്കാതെ അയാൾ മൂളി. ഇന്നലെ അമ്മ ഒരു കാര്യം ചോദിച്ചു. എന്താണ്? നമ്മൾ ഒരുമിച്ചാണോ അമേരിക്കയിലേക്ക് പോകുന്നതെന്ന്. ഒന്നിച്ചു പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവൾക്ക് സന്തോഷമായി. അയാളെ ഒന്നുകൂടി അമർത്തി കെട്ടിപ്പിടിച്ചു. സുദീപേട്ടൻ അവിടെ ചെന്ന് ജോയിൻ ചെയ്യാനുള്ള സമയം നീട്ടിക്കിട്ടുമോ? എന്റെ പാസ്പോർട്ടൊക്കെ കൊടുത്ത് പേപ്പേഴ്സൊക്കെ ശരിയായി വരാൻ ടൈം എടുക്കില്ലേ? അവൾ ചോദിച്ചു. സമയമെടുക്കും, 3-4 മാസമെങ്കിലും. അതുകൊണ്ട് തൽക്കാലം ഞാൻ ബാംഗ്ലൂരിൽ ചെന്ന് ഓഫീസിൽ ജോയിൻ ചെയ്യും. നിന്റെ പേപ്പേഴ്സ് കിട്ടുമ്പോൾ നമ്മൾ ഒന്നിച്ച് US പറക്കും. എന്നാണ് ബാംഗ്ലൂരിലേക്ക് പോകേണ്ടത്? ഈ മാസം അവസാനം. അതിനി 3 ആഴ്ച സമയമല്ലേയുള്ളൂ. നമ്മൾ ഒന്നിച്ചല്ലേ പോകുന്നത്? അല്ല, അവിടെ ചെന്ന് താമസിക്കാൻ ഒരു ഫ്ലാറ്റ് കണ്ടുപിടിച്ചിട്ട് സുധയെ ഞാൻ കൊണ്ടുപോകാം. ചെല്ലുമ്പോൾ തൽക്കാലം വല്ല ബാച്ചിലേഴ്സിനോടൊപ്പമേ എനിക്ക് താമസിക്കാൻ പറ്റൂ. 1 മാസത്തിനകം എന്നെ കൊണ്ടുപോകുമോ? ഭാഗ്യമുണ്ടെങ്കിൽ അതിനു മുമ്പേ കൊണ്ടുപോകും. ജയസുധ അയാളെ ഉമ്മ വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് അവർ സുദീപിന്റെ വീട്ടിലേക്ക് പോയത്. ശനിയാഴ്ചയായത് കാരണം സബിത വീട്ടിലുണ്ടായിരുന്നു. ജയസുധയെ കണ്ട് അവൾ ഒരു വിളറിയ ചിരി ചിരിച്ചു. സബിതയടുത്തേക്ക് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് ജയസുധയ്ക്ക് തോന്നി. ഒരാഴ്ചയിലേറെയായി സബിതയടുത്തിയെ സന്തോഷത്തോടെ കണ്ടിട്ട് എപ്പോഴും ഒരു ദുഃഖഭാവം, അല്ലെങ്കിൽ നിരാശ. എപ്പോഴും ചുറുചുറുക്കോടെ ഓടി നടന്നിരുന്ന സ്ത്രീയാണ്. ചേച്ചിക്ക് എന്താ, സുഖമില്ലേ? അവൾ ചോദിച്ചു. എനിക്കോ? എന്താ ജയസുധ അങ്ങനെ ചോദിച്ചേ? സബിത അത്ഭുതം നടിച്ചു. കുറേ ദിവസമായി പഴയ പ്രസരിപ്പ് കാണാനില്ല. പീരിയഡ്സിന്റെ സമയമാകുമ്പോൾ എനിക്കിങ്ങനെയാണ്, സബിത ഒരു നുണ പറഞ്ഞു. ജയസുധ അത് വിശ്വസിക്കുകയും ചെയ്തു. പക്ഷെ അന്ന് ഉച്ചയ്ക്ക് സബിതയെ കുറച്ചൊന്ന് സന്തോഷിപ്പിച്ച ഒരു ഫോൺ കോൾ വന്നു. ഡോക്ടർ ദർശനെയാണ് വിളിച്ചത്. ചേച്ചി ഫ്രീ ആണോ? അതെ. അടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ദർശനയ്ക്ക് എന്തോ രഹസ്യം പറയാനുണ്ടെന്ന് സബിതയ്ക്ക് തോന്നി. ഇന്നിവിടെ ഒരു ഡെലിവറി നടന്നു. കുഞ്ഞു മരിച്ചുപോയ എന്നാണ് അമ്മയോട് പറഞ്ഞിരിക്കുന്നത്. ഷീസ് ഓൺലി 19, കോളേജ് സ്റ്റുഡന്റ് ആണ്. സബിതയ്ക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. നോർമൽ ഡെലിവറി ആയിരുന്നു. നാളെ കഴിഞ്ഞ് അവളെ ഡിസ്ചാർജ് ചെയ്യും. കുഞ്ഞിനെ നഴ്സറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച വന്നാൽ ചേച്ചിക്ക് കൊണ്ടുപോകാം. ഇത്ര പെട്ടെന്ന്? കുഞ്ഞ് നല്ല ഭംഗിയുള്ള മിടുക്കൻ ആൺകുഞ്ഞാണ്. കണ്ടാ ചേച്ചിക്ക് നിശ്ചയമായും ഇഷ്ടപ്പെടും. ഉണ്ണിയേട്ടനോട് സംസാരിച്ചിട്ട് എന്നെ വിളിക്കണം. വിളിക്കാൻ ദർശനെ. സബിതയ്ക്ക് സന്തോഷം തോന്നി. ഇത്ര വേഗം ദൈവം കനിയുമെന്ന് വിചാരിച്ചില്ല. ഇഷയോട് പകരം വീട്ടാൻ കഴിഞ്ഞതിന്റെ ഒരു സുഖവും അവൾക്ക് അനുഭവപ്പെട്ടു. പറഞ്ഞു പറ്റിച്ചവൾക്ക് ദൈവം തന്നെ ശിക്ഷ കൊടുക്കട്ടെ. സബിത അപ്പോൾ തന്നെ ഇഷയെ വിളിച്ചു. എന്താ ചേച്ചി? ഉടൻ തന്നെ ഇഷ കോൾ എടുത്തു. നിനക്ക് സുഖം തന്നെയല്ലേ? അതെ ചേച്ചി. എന്നാണ് തിരിച്ചു പോകുന്നത്? തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോൾ വിളിച്ചത് വേറൊരു കാര്യം പറയാനാണ്. എന്താണ് ചേച്ചി? അവൾ ചോദിച്ചു. ദർശനയുടെ ഹോസ്പിറ്റലിൽ ഇന്നൊരു പ്രസവം നടന്നു. ആൺകുഞ്ഞാണ്. അമ്മ അവിവാഹിത. മറ്റന്നാൾ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടും. കൺഗ്രാറ്റ്സ് ചേച്ചി. ദർശന വാക്കു പാലിക്കുന്നവളാണ്. പലർക്കും ഇല്ലാത്തൊരു സ്വഭാവകുമാണത്. ഇഷ ഒന്നും മിണ്ടിയില്ല. ശരി, വെച്ചോ. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ദൈവം എന്നെ കൈവിടിയില്ല. പെട്ടെന്ന് സബിത കോള് കട്ട് ചെയ്തു. ഇത്രയും മതി. പറഞ്ഞില്ലെങ്കിൽ മനസ്സിന് സമാധാനം കിട്ടില്ല. സന്ധ്യ കഴിഞ്ഞ് കൃഷ്ണനുണ്ണി ഓഫീസിൽ നിന്ന് വന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വിശദമായി എല്ലാം ഉണ്ണിയേട്ടനോട് പറയാമെന്നാണ് സബിത വിചാരിച്ചത്. പക്ഷെ അവൾക്ക് അതുവരെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു വിശേഷമുണ്ട് ഉണ്ണിയേട്ടാ.
അയാൾ കുളി കഴിഞ്ഞു വന്നപ്പോൾ രഹസ്യമായി അവൾ പറഞ്ഞു. എന്താണ്? ദർശനെ വിളിച്ച കാര്യം അവൾ പറഞ്ഞു. അയാളെല്ലാം ശ്രദ്ധയോടെ കേട്ടു. ഇക്കാര്യം നമ്മൾ ഇവിടെ അവതരിപ്പിക്കണ്ടേ? ഒടുവിൽ അയാൾ ചോദിച്ചു. അത് ഞാൻ നാളെ അച്ഛനോടും അമ്മയോടും പറഞ്ഞോളാം. നേരത്തെ നമ്മൾ ഒന്ന് സൂചിപ്പിച്ചതാണല്ലോ. ദർശനെയാണ് അറേഞ്ച് ചെയ്തതെന്ന് അറിയുമ്പോൾ വേറെ ചോദ്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അവളെ വിളിച്ച് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്, സബിത പറഞ്ഞു. ആരെ? ശ്രുതിയെ. അതൊന്നും വേണ്ടായിരുന്നു. എന്റെ വിഷമം ഉണ്ണിയേട്ടൻ അറിയില്ല. എന്നെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു അത്. വിട്ടേക്ക്, ഇനി അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ദർശനെ വിളിച്ച കാര്യം പിറ്റേന്ന് സബിത എല്ലാവരോടും പറഞ്ഞു. തിടുക്കപ്പെട്ട് ഒന്നും ചെയ്യേണ്ടയിടത്തി സുദീപ് മാത്രം അവളെ നിരുത്സാഹപ്പെടുത്തി. അതെന്താ? ഇഷയുടെ മനസ്സു മാറുമെന്ന് തന്നെയാ എന്റെ പ്രതീക്ഷ. ആ കുഞ്ഞാണ് ഈ വീട്ടിൽ വളരേണ്ടത്. എങ്കിൽ നീ ചെന്ന് അതിനെ ഒന്ന് എടുത്തോണ്ട് വാ. സുദീപിന് മറുപടിയില്ലായിരുന്നു. തിങ്കളാഴ്ച രാവിലെ കൃഷ്ണനുണ്ണിയും സബിതയും ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഡോക്ടർ ദർശന അവരെ നഴ്സറിയിലേക്ക് കൊണ്ടുപോയി തൊട്ടിലിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ കാണിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ സബിതയ്ക്ക് കുഞ്ഞിനെ ഇഷ്ടമായി. വെളുത്തു തുടുത്ത് ഒരാൺകുഞ്ഞ്. നമുക്കിതിനെ സ്വീകരിക്കാൻ പറ്റില്ല സബിത, പെട്ടെന്ന് കൃഷ്ണനുണ്ണി പറഞ്ഞു. അതെന്താ? ആന്തലോടെ സബിത ചോദിച്ചു. കാരണമുണ്ട്, കൃഷ്ണനുണ്ണി പറഞ്ഞു. സബിതയും ദർശനയും ഉത്കണ്ഠയോടെ കൃഷ്ണനുണ്ണിയുടെ മുഖത്തേക്ക് നോക്കി. കുറച്ചു ദിവസം മുമ്പ് നമ്മൾ മുനിസിപ്പൽ ഓഫീസിൽ പോയ കാര്യം നീ മറന്നോ? ഇല്ല, കുഞ്ഞിന്റെ ജനനം രജിസ്റ്റർ ചെയ്യാൻ. അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായല്ലോ ഉണ്ണിയേട്ടാ. നമുക്കിപ്പോ ധൈര്യമായി ഈ കുഞ്ഞിനെ സ്വീകരിക്കാമല്ലോ. നമ്മൾ രജിസ്റ്റർ ചെയ്തത് പെൺകുഞ്ഞിനെയാണ്. അതിനെ ഇനി ആൺകുഞ്ഞാക്കാൻ പറ്റില്ലല്ലോ. തലയ്ക്ക് അടിയേറ്റതുപോലെയായി സബിതയ്ക്ക്. അവൾ ശബ്ദിക്കാനാവാതെ നിന്നു. ശരിയാണ് ചേച്ചി, ഇനി രജിസ്റ്ററിൽ തിരുത്തലൊന്നും നടക്കില്ല, ദർശന പറഞ്ഞു. ഇനി എന്തു ചെയ്യും? നിരാശയോടെ സബിത രണ്ടുപേരെയും മാറി മാറി നോക്കി. ഒരു പെൺകുഞ്ഞിനെ കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. തൊട്ടിലിൽ ഗാർഡൻ നിദ്രയിൽ കിടക്കുന്ന ആ ചോരക്കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി സബിത ഒരു നിമിഷം നിന്നു. ഭാഗ്യം കിട്ടവളാണ് താൻ എന്നവൾക്ക് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടു. നമുക്ക് പോകാം ഉണ്ണിയേട്ടാ. കണ്ണീരടക്കി അവൾ വേഗം പുറത്തേക്ക് നടന്നു. ദർശനയും കൃഷ്ണനുണ്ണിയും പരസ്പരം ഒന്ന് നോക്കി. അവൾ വല്ലാതെ ആഗ്രഹിച്ചു പോയിരുന്നു. അയാൾ പറഞ്ഞു. എനിക്കറിയാം, പക്ഷേ നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമായ ചില കാര്യങ്ങളുണ്ടല്ലോ. അവർ നഴ്സറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. സബിതയെ അവിടെ എങ്ങും കാണാനുണ്ടായിരുന്നില്ല. സബിതേച്ചി എവിടെ? കൃഷ്ണനുണ്ണി മൊബൈലെടുത്ത് അവളെ വിളിച്ചു. ഞാൻ കാറിലുണ്ട്. കോളെടുത്ത് അവൾ തേങ്ങലോടെ പറഞ്ഞു. കാറിലുണ്ട്, ഞങ്ങൾ പോവാ ദർശനെ. ഞങ്ങൾ കാരണം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഇല്ലേ? ആദ്യം ശ്രുതി, ഇപ്പോൾ. ഇല്ല ഉണ്ണിയേട്ടാ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. സബിത ചേച്ചിയെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന ദുഃഖമേയുള്ളൂ. സാരമില്ല, സബിതേച്ചിയുടെ സങ്കടം അധികം വൈകാതെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് എന്റെ പ്രതീക്ഷ. ശ്രുതിയെ കാണാറുണ്ടോ? ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഞാൻ ഫ്ലാറ്റിലേക്ക് പോകാറുണ്ട്. എനിക്ക് അവളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ഉണ്ണിയേട്ടാ. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. ഒരു ചാൻസ് എടുക്കാൻ ഞാൻ തയ്യാറായി എന്നേയുള്ളൂ, ദർശന പറഞ്ഞു. കുഞ്ഞിനെ അവൾ തരില്ലെന്ന് മനസ്സിലായപ്പോൾ സബിതയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിന്റെ പേരിൽ സബിത അവളോട് കുറച്ച് മുഷിഞ്ഞ് സംസാരിക്കുകയും ചെയ്തു. സാരമില്ല, എല്ലാം നേരെയാവും. ഉണ്ണിയേട്ടൻ ചെല്ല്, സബിതേച്ചി കാറിൽ കാത്തിരിക്കുകയല്ലേ. ദർശനയോട് യാത്ര പറഞ്ഞ് കൃഷ്ണനുണ്ണി പാർക്കിലേക്ക് നടന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ സബിത ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഡോറ് തുറന്ന് അയാൾ കാറിൽ കയറി. അവൾ അയാളുടെ നേർക്ക് നോക്കിയതേയില്ല. കാർ മെയിൻ റോഡിലൂടെ അല്പനേരം ഓടി. പിന്നെ വീട്ടിലുള്ളിലേക്കുള്ള സൈഡ് റോഡിലേക്ക് തിരിഞ്ഞു. ഉണ്ണിയേട്ടാ, പെട്ടെന്ന് സബിത ചിന്തയിൽ നിന്ന് ഞെട്ടിയുണർന്നു. അയാളുടെ കൈത്തണ്ടയിൽ തൊട്ടു. എന്താ സബിതേ? നമുക്ക് ഒന്നുകൂടെ മുനിസിപ്പൽ ഓഫീസിൽ ചെന്ന് ജനനം രജിസ്റ്റർ ചെയ്താലോ? ആൺകുഞ്ഞിന്റെ. മണ്ടത്തരം പറയാതെ. 2 ആഴ്ച മുമ്പ് നമുക്ക് ഒരു പെൺകുഞ്ഞു ജനിച്ചു. അടുത്ത ആഴ്ചപ്പോഴേക്കും ഒരാൺകുഞ്ഞും. മുനിസിപ്പൽ ഓഫീസിലുള്ളവർ വിഡ്ഢികളാണെന്നാണോ നിന്റെ വിചാരം? പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വേണ്ടിയിരുന്നില്ലെന്ന് കൃഷ്ണനുണ്ണിക്ക് തോന്നിയത്. വേറെന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചാൽ മതിയായിരുന്നു. ശരിയാ ഉണ്ണിയേട്ടാ, ഞാനൊരു മണ്ടിയ. അല്ലെങ്കിൽ പിന്നെ എല്ലാവരെയും കണ്ണുമടിച്ച് വിശ്വസിക്കുമോ? വീട്ടിൽ ചെല്ലുമ്പോൾ പുറത്ത് ആരും ഉണ്ടാവല്ലേ എന്നയാൾ പ്രാർത്ഥിച്ചു. സവിതയുടെ മുഖം കണ്ടാൽ ആർക്കായാലും സംശയം തോന്നും. കാരണം തിരക്കും. ഭാഗ്യത്തിന് വെളിയിൽ ആരും ഉണ്ടായിരുന്നില്ല. സുദീപും ജയസുധയും മുകളിൽ അവരുടെ മുറിയിലായിരുന്നു. വിശ്വനാഥ പിള്ള ട്രഷറിയിൽ പോയിരുന്നു. സൗദാമിനി അമ്മ ജോലിക്കാരിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അടുക്കളയിലായിരുന്നു.
തൽക്കാലം രക്ഷപ്പെട്ടെങ്കിലും ഉച്ചസമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ സൗദാമിനി അമ്മ ആ വിഷയം ഓർമ്മിപ്പിച്ചു. നിങ്ങൾ ദർശനെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലേ ഉണ്ണി? സവിത അപ്പോൾ കൃഷ്ണനുണ്ണിയെ ഒന്ന് നോക്കി. ഇല്ലമ്മേ, അയാൾ പറഞ്ഞു. അതെന്താ? ദർശ പിന്നീട് അറിയിച്ചത് അതൊരു ആൺകുഞ്ഞാണെന്ന്. സബിതയ്ക്ക് പെൺകുഞ്ഞിനെ മതിയെന്നാ. അതാ ചേച്ചി നല്ലത്. ആൺകുഞ്ഞാണെങ്കിൽ അത് വളർന്നു വലുതാകുമ്പോൾ അവന്റെ പാട് നോക്കി പോകും. പെൺകുഞ്ഞാണെങ്കിൽ കല്യാണം കഴിച്ച് നമ്മുടെ കൂടെ താമസിപ്പിക്കാം, ജയസുധ പറഞ്ഞു. സുദീപ് ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ചതേയുള്ളൂ. ആ ശ്രുതി പിന്നെ വിളിച്ചോ? പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ സൗദാമിനിയമ്മ ചോദിച്ചു. ഒരു ദിവസം വിളിച്ചിരുന്നു. അവൾ ഹസ്ബൻഡിന്റെ കൂടെ വിദേശത്തേക്ക് പോവാണെന്നാ പറഞ്ഞത്. കൃഷ്ണനുണ്ണിയാണ് മറുപടി പറഞ്ഞത്. എന്നാലും ശ്രുതിച്ചേച്ചി കാണിച്ചത് ഇത്തിരി കടുപ്പം തന്നെ. ഇത്രയും കാലം ഇവിടെ താമസിച്ച് ഡെലിവറിയും കഴിഞ്ഞ് ഈ വീട്ടിലൊന്ന് വരിക പോലും ചെയ്യാതെ സ്ഥലം വിട്ടില്ലേ? ജയസുധ കുറ്റപ്പെടുത്തി. വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് കുഞ്ഞിനെയും കൊണ്ട് വരുമെന്നാ എനിക്ക് തോന്നുന്നേ, സുദീപ് പറഞ്ഞു. വരും, അത് തന്നെയാണ് എന്റെയും പ്രതീക്ഷ. അവൾ ഗുരുത്വമുള്ള കുട്ടിയാ. എന്തൊരു ഭംഗിയുള്ള കുഞ്ഞാ ശ്രുതിയുടേത്. കണ്ടിട്ട് എനിക്ക് കൊതി വന്നു. നീയൊന്ന് സമാധാനപ്പെടി സൗദാമിനി. അതിനേക്കാൾ ഭംഗിയുള്ള കുഞ്ഞുങ്ങൾ ഈ കുടുംബത്തും പിറക്കും, വിശ്വനാഥ പിള്ള ഇടപെട്ടു. ജയസുധയുടെ കവിളുകൾ ലജ്ജ കൊണ്ട് തുടുത്തു. അവൾ ആരും കാണാതെ ഡൈനിങ് ടേബിളിന്റെ മറവിൽ സുദീപിന്റെ കയ്യിൽ മൃദുവായി നുള്ളി. ഊണ് കഴിഞ്ഞിട്ട് ചെന്നപ്പോൾ സുദീപിന്റെ മൊബൈലിൽ സേവ് ചെയ്യാത്ത നമ്പറിൽ ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ടായിരുന്നു. വിൽ യു പ്ലീസ് കോൾ മീ? കുഞ്ഞിന് മുല കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു വിഷ. ആ സമയത്താണ് കോളിംഗ് ബെല്ല് മുഴങ്ങിയത്. ബെഡ്റൂമിലായിരുന്നു അവൾ. ചേച്ചി, ഇഷ വിളിച്ചു. അടുക്കളയിൽ നിന്ന് സരോജിനിയമ്മ വന്നു. അവരുടെ നെറ്റിയിലെ ചന്ദനക്കുറി വിയർപ്പിൽ കുതിർന്നിരുന്നു. ആരോ വന്നു തോന്നുന്നു. ബെല്ലടിക്കുന്നത് ഞാനും കേട്ടു മോളെ. പോയി നോക്കിയിട്ട് വരാം. സരോജിനിയമ്മ പോയി. പാല് കുടിക്കുന്നതിനിടയിൽ കുഞ്ഞ് കണ്ണുകൾ തുറന്ന് അവളെ ഒന്ന് നോക്കി. എന്താണ് ചക്കരക്കുട്ട? അവൾ കൊഞ്ചലോടെ ചോദിച്ചു. കുഞ്ഞ് പാൽ പുരണ്ട ചുണ്ടുകളൊന്ന് വിടർത്തി. തന്നെ നോക്കി കുഞ്ഞ് ചിരിച്ചതാണെന്ന് അവൾക്ക് തോന്നി. അവൾ തല താഴ്ത്തി കുഞ്ഞിന്റെ നെറുകയിൽ ഒന്നുമ്മ വെച്ചു. സരോജിനിയമ്മ മുൻവാതിൽ തുറന്നതും ആരോടോ സംസാരിക്കുന്നതും ഇഷ കേട്ടു. ഉടൻ തന്നെ സരോജിനിയമ്മ വന്നു. ആ സുദീപ് സാറാ മോളെ. സുദീപ് ഇത്ര പെട്ടെന്ന് വരുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. കയറിയിരിക്കാൻ പറഞ്ഞില്ലേ ചേച്ചി? പറഞ്ഞു, ഇരിക്കുകയും ചെയ്തു. സുദീപിന് ചായയാണോ കാപ്പിയാണോ വേണ്ടതെന്ന് ചോദിക്കണേ. ചോദിച്ചു മോളെ. ചായ മതിയെന്നു പറഞ്ഞു. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ? സരോജിനിയമ്മ പോയി കഴിഞ്ഞപ്പോൾ സുദീപ് ബെഡ്റൂമിലേക്ക് കയറി വന്നു. അയാളെ കണ്ട് ഇഷ ഒന്ന് പകച്ചു. പക്ഷേ അയാൾ അടുത്തു വന്ന് ബെഡിലിരുന്നപ്പോൾ അവൾക്ക് ഒട്ടും ലജ്ജ തോന്നിയില്ല. കൊള്ളാം, നല്ല ധൈര്യം തന്നെ സരോജിനിയമ്മയുടെ ഇവിടെ, അവൾ ഓർമ്മിപ്പിച്ചു. അവർ കിച്ചണിലല്ലേ, ഇപ്പം വരും ചായയും കൊണ്ട്. കുറഞ്ഞത് 4 മിനിറ്റ് സമയമെടുക്കും. കുഞ്ഞ് കണ്ണുകൾ തുറന്ന് സുദീപിനെ ഒന്ന് നോക്കി. അച്ഛനാ മോളു? പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞു. നല്ല അച്ഛൻ, അവൾ കളിയായി പറഞ്ഞു. അയാൾ ഒന്ന് കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് ശരീരത്തോട് ചേർത്തു പിടിച്ച് ഉമ്മ വെച്ചു. വേണ്ട സുദീപ്, അവൾ പറഞ്ഞു. കുഞ്ഞ് പാല് കുടിച്ച് വീണ്ടും ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ അവൾ ടോപ്പ് താഴേക്ക് വലിച്ചു വെച്ചിട്ട് അതിനെ തൊട്ടിലിലേക്ക് കിടത്തി. വാ, നമുക്ക് വെളിയിലിരുന്ന് സംസാരിക്കാം, അവൾ പറഞ്ഞു. കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കുന്നതോ? അയാൾ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. വേണ്ട, വാ. അയാളെയും കൊണ്ട് അവൾ ഡ്രോയിങ് റൂമിലേക്ക് വന്നു. സോഫകളിൽ അവർ അഭിമുഖമായിരുന്നു. എന്തിനാ നീ കാണണമെന്ന് പറഞ്ഞത്? സുദീപ് ചോദിച്ചു. വേറെ ഒരു നിവൃത്തിയുമില്ല, അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് അയച്ചത്. ജയസുധ അത് കണ്ടില്ലല്ലോ? ഇല്ല, വെളിയിലേക്ക് ഇറങ്ങി നിന്നാ ഞാൻ നിന്നെ വിളിച്ചത്. എന്തായാലും അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ. ന്യൂസിലാൻഡ് എംബസിയിൽ നിന്ന് മെയിൽ വന്നിരിക്കുന്നു. അടുത്ത വൺഡേ പാസ്പോർട്ടും മറ്റു പേപ്പേഴ്സുമായി അവിടെ ചെല്ലണമെന്ന്. വിസ സ്റ്റാമ്പ് ചെയ്ത് തരും. സുദീപ് അവളെ ഒന്ന് തുറിച്ചു നോക്കി. നീ പോവാണോ? അല്ല, പക്ഷേ ആ വാതിൽ അടയാതിരിക്കാൻ വേണ്ടി ചെന്നേ പറ്റൂ. ഇവിടെ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ എനിക്ക് പോകാനൊരിടം വേണമല്ലോ. അയാൾ അല്പനേരം നിശബ്ദനായിരുന്നു. സേതുമാധവൻ അങ്കിൾ വിളിച്ച കാര്യം സുദീപിനോട് പറയണോ എന്ന് അവൾ ഒരു നിമിഷം ആലോചിച്ചു. വേണ്ട, അവന്റെ വിഷമം കൂടുകയുള്ളൂ. തനിക്ക് വേണ്ടി അങ്കിൾ അവിടെ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ടെന്നറിഞ്ഞാൽ അവന്റെ മനസ്സുരുകും. ഇന്ന് ബുധനാഴ്ച. 4 ദിവസത്തിനകം ഡൽഹിയിലെത്തണം. ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം. താമസിക്കാൻ ഒരിടം കണ്ടുപിടിക്കണം. ഓൺലൈനിൽ ഇതെല്ലാം ചെയ്യാവുന്നതേയുള്ളൂ. ഞാൻ ചെയ്തോളാം. പക്ഷേ അക്കാര്യത്തിൽ നീ വിഷമിക്കണ്ട. മറ്റന്നാൾ നിനക്ക് പോവാം. നാളെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ എത്തിക്കാം. ഡൽഹിയിൽ നമ്മുടെ നന്ദിതയുണ്ട്, അവളെ വിളിച്ചു പറയാം.
അവൾ എയർപോർട്ടിൽ വന്ന് നിന്നെ പിക്കപ്പ് ചെയ്യും. സരോജിനി അമ്മ ഒരു കപ്പ് ചായ സുദീപിന് കൊടുത്തിട്ട് മടങ്ങി. നന്ദിതയുടെ നമ്പർ തന്നാ മതി, ഞാൻ വിളിച്ചോളാം, അവൾ പറഞ്ഞു. 1 വർഷം മുമ്പ് നന്ദിത അവരുടെ കമ്പനിയിലുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞപ്പോൾ അവൾ ഡൽഹിയിലേക്ക് പോയി. സുദീപ് ചായ കുടിച്ചു. ഇന്നലെ ഉണ്ണിയേട്ടനും സവിതേടത്തെയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. ദർശന ചേച്ചി വിളിച്ചിട്ട് ഒരു കുഞ്ഞിനെ കാണാൻ, അയാൾ പറഞ്ഞു. എന്നിട്ട്? ആകാംക്ഷയോടെ ഇഷ ചോദിച്ചു. അത് ശരിയാവില്ലെന്നാണ് ഉണ്ണിയേട്ടൻ പറഞ്ഞത്. 2 പേർക്കും വിഷമമുണ്ട് നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ. സബിതേടത്തിക്ക് നിന്നോട് ദേഷ്യവും. അതൊക്കെ മാറും സുദീപ്, എല്ലാം ശരിയാവും. ചായ കുടിച്ചിട്ട് അയാൾ എഴുന്നേറ്റു. ഞാൻ പോവാണ്, ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തുവിടാം. നീ നന്ദിതയെ വിളിച്ചു നോക്ക്. അവളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ അറേഞ്ച്മെന്റ്സ് ചെയ്യാം. എയർപോർട്ടിലേക്ക് പോകാൻ എനിക്കൊരു ടാക്സി വേണം, അവൾ പറഞ്ഞു. ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഇത് തന്നെ റിസ്ക്കാണ്. നമ്മൾ തമ്മിൽ കാണാൻ പാടില്ല. ജയസുധയെ കബളിപ്പിക്കുന്നതിനും ഒരതിരുണ്ട്. 3-4 ദിവസം കുഞ്ഞിനെയും കൊണ്ട് സരോജിനിയമ്മ ഒറ്റയ്ക്ക്. സുദീപ് ആശങ്കയോടെ അവളെ നോക്കി. ഞാൻ ദർശന ഡോക്ടറുടെ നമ്പർ കൊടുത്തിട്ടേ പോകൂ. എന്തെങ്കിലും ആവശ്യം വന്നാൽ അവർ ഡോക്ടറെ വിളിച്ചോളും. എന്റെ നമ്പർ കൂടി കൊടുത്തേക്ക്. അത് വേണോ? അവൾ സംശയിച്ചു. ജമുനയുടെയും അരുൺ തോമസിന്റെയും നമ്പറിനോടൊപ്പം കൊടുത്താൽ മതി. അവർക്ക് ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാകത്തില്ല. അവൾ തലകുലുക്കി. പിറ്റേന്ന് കൊറിയറിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നു. ഒപ്പം റിട്ടേൺ ടിക്കറ്റും ഉണ്ടായിരുന്നു. ശനിയാഴ്ച രാവിലെ ടാക്സി വന്ന് ഇഷയെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി. നന്ദിതയോടൊപ്പം താമസം ഉറപ്പാക്കിയിരുന്നു. പിറ്റേന്ന് സന്ധ്യയായപ്പോൾ കുഞ്ഞിന് ടെമ്പറേച്ചർ ഉണ്ടായി. അങ്ങനെ സംഭവിച്ചാൽ കൊടുക്കാനുള്ള തുള്ളിമരുന്നുകൾ ഉണ്ടായിരുന്നു. സരോജിനിയമ്മ അത് ഓരോ മണിക്കൂർ ഇടവിട്ട് കൊടുത്തു. 11 മണിയായപ്പോഴേക്ക് കുഞ്ഞിന് പൊള്ളുന്ന ചൂട്. സരോജിനിയമ്മ ഫോണെടുത്ത് ഡോക്ടർ ദർശനെ വിളിച്ചു. ബെല്ലടിച്ച് നിന്നതല്ലാതെ ഡോക്ടറെ കിട്ടിയില്ല. ഇഷ കൊടുത്ത നമ്പറുകളിൽ അടുത്തത് സുദീപിന്റെ മൊബൈൽ നമ്പറായിരുന്നു. ഉറക്കത്തിലാണ് മൊബൈൽ ബെല്ലടിക്കുന്നത് സുദീപ് കേട്ടത്. അയാളുടെ മാറത്ത് ജയസുധ കൈ കുറുകെ വെച്ചിട്ടുണ്ടായിരുന്നു. മെല്ലെ അതെടുത്തു മാറ്റിയിട്ട് അയാൾ മൊബൈൽ നോക്കി. പരിചയമില്ലാത്ത നമ്പറായിരുന്നു അത്. ഹലോ? ഒന്ന് സംശയിച്ചെങ്കിലും അയാൾ കോൾ എടുത്തു. സുദീപ് സാറല്ലേ? ഇത് ഞാനാ, സരോജിനിയമ്മ. അയാൾ പെട്ടെന്ന് ജയസുധയെ ഒന്ന് നോക്കി. അവൾ കണ്ണുകൾ അടിച്ച് കിടക്കുകയായിരുന്നു. ബെഡ്റൂം ലാമ്പിന്റെ മങ്ങിയ വെളിച്ചമുണ്ടായിരുന്നു മുറിയിൽ. അത് കാരണം ലൈറ്റിടാതെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങാൻ സുദീപിന് അധികം പ്രയാസപ്പെടേണ്ടി വന്നില്ല. എന്താ സരോജിനിയമ്മേ? ശബ്ദം താഴ്ത്തി സുദീപ് ചോദിച്ചു. സാറേ, ശ്രുതിമോളുടെ കുഞ്ഞിന് നല്ല പനി. ഇവിടെ ഇരുന്ന മരുന്നൊക്കെ ഞാൻ കൊടുത്തു നോക്കി. പക്ഷേ ടെമ്പറേച്ചർ ഒട്ടും കുറയുന്നില്ല. വേവലാതിയുണ്ടായിരുന്നു സരോജിനിയമ്മയുടെ സ്വരത്തിൽ. ചേച്ചി സമാധാനമായിട്ടിരിക്ക്, നമുക്ക് എന്തെങ്കിലും ഏർപ്പാടുണ്ടാക്കാം, അയാൾ പറഞ്ഞു. ശരി സാറേ. അവർ കോള് കട്ട് ചെയ്തു. കുഞ്ഞിനെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചേ പറ്റൂ. അതിന് എന്താണൊരു മാർഗം? ഈ പാതിരാത്രിയിൽ എന്തെന്നുണ പറഞ്ഞ് ജയസുധയെ വിശ്വസിപ്പിച്ച് വീട്ടിൽ നിന്നിറങ്ങും? പെട്ടെന്നാണ് അയാൾക്ക് ഡോക്ടർ ദർശനയുടെ കാര്യം ഓർമ്മ വന്നത്. അറിയിച്ചാൽ ചേച്ചി ചെന്ന് കുഞ്ഞിനെ പരിശോധിക്കും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അയാൾ ഉടൻ തന്നെ ഡോക്ടർ ദർശനയുടെ നമ്പർ എടുത്ത് വിളിച്ചു. പക്ഷെ ബെല്ലടിച്ച് നിന്നതല്ലാതെ കോള് കിട്ടിയില്ല. പെട്ടെന്ന് ബെഡ്റൂമിൽ ലൈറ്റ് തെളിഞ്ഞത് ഡോർ കർട്ടന്റെ ഉള്ളിലൂടെ സുദീപ് കണ്ടു. ജയസുധ ഉണർന്നിരിക്കുന്നു. എന്തു പറയും അവളോട്? സുദീപേട്ടാ, അവളുടെ വിളി ഉയർന്നു. ഇനി രക്ഷയില്ല, എന്തെങ്കിലും ചെയ്യാതെ പറ്റില്ല. അയാളുടെ തല പുകഞ്ഞു.